എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാനിത് എന്ത് സാധനമാണ് ഈ കൈ പിടിച്ചുകൊണ്ട് നിൽക്കുന്നതെന്നുള്ളത് നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതൊരു വാൾ ഡെക്കോർ വർക്കുമായിട്ടാണ് ഇന്നിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരേ വലിപ്പത്തിലുള്ള 4 ഉണക്ക കമ്പുകളാണ്. അപ്പോൾ കമ്പില്ലാന്നുണ്ടെങ്കിൽ ചെറിയ തടി കഷ്ണമോ അങ്ങനെ എന്തെങ്കിലും സാധനം, അതായത് ഒരേ വലിപ്പത്തിലായിരിക്കണം എന്ന് മാത്രം. പിന്നെ നമുക്ക് വേണ്ടത് വൂളൻ ത്രെഡാണ്. നമുക്ക് ഈ വർക്കിൽ മെയിനായിട്ട് നമുക്ക് വരുന്നൊരു ജോലി എന്ന് പറയുന്നത് ഇതിൽ, അതായത് ഈ നമ്മൾ എടുത്തിരിക്കുന്ന ആ ചെറിയ വടിയിൽ വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കുന്നത് മാത്രമാണ് ഇതിനകത്ത് കുറച്ചൊരു ടാസ്ക് എന്ന് പറയാനായിട്ട്. പക്ഷെ അത് നമുക്ക് പെട്ടെന്ന് ചുറ്റിയെടുക്കാനും പറ്റും. അപ്പോൾ അത് ചുറ്റി തുടങ്ങുന്നതിൻ്റെ ആദ്യത്തെ പോർഷനിൽ മാത്രം കുറച്ച് ഗമ്മ് തേച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അത് ഇളകി അഴിഞ്ഞൊക്കെ പോരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പോർഷനിൽ മാത്രം ആദ്യവും അവസാനവും ഞാൻ ആദ്യത്തെ പ്രാവശ്യവും ലാസ്റ്റിലും കുറച്ച് പശ തേക്കുന്നുണ്ട്. ബാക്കി നമ്മൾ വെറുതെ ചുറ്റി കൊടുത്താൽ മാത്രം മതി. വീട്ടിൽ വിറകടുപ്പൊക്കെ കത്തിക്കുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഇങ്ങനെയുള്ള തടി കഷ്ണങ്ങളോ കമ്പുകളോ ഒക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ എന്തെങ്കിലും സാധനം നമ്മൾ കത്തിച്ച് കളയുന്നതിന് മുമ്പായിട്ട് എടുത്ത് വെച്ചിരുന്നാൽ മതി. എല്ലാം വേസ്റ്റ് മെറ്റീരിയലാണ്. നമുക്ക് ഇതിനകത്ത് കുറച്ച് ചിലവ് വരുന്നെന്ന് പറയാനായിട്ട് ഈ പറയുന്ന വൂളൻ ത്രെഡിൻ്റെ മാത്രമാണ്. അത് ഈ ഒരു റോളിന് 10 രൂപ മാത്രമേ വിലയുള്ളൂ. അപ്പോൾ 10 രൂപ മുടക്കാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം, അതായത് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് അത്രയ്ക്ക് അടിപൊളിയാണ്. അതായത് നമ്മൾ വേസ്റ്റ് ആയിട്ട് കളയുന്നൊരു സാധനം തന്നെയാണ് നമ്മൾ ആ ഫ്ലവറായിട്ട്, നിങ്ങൾ ഫസ്റ്റ് ആ ഇൻട്രോയിൽ കണ്ടതുപോലെ ആ ഒരു ഫ്ലവർ എന്ന് പറയുന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ഞെട്ടും. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായി വീഡിയോസൊക്കെ ഇട്ടിട്ട്, അതായത് ഒരാഴ്ച കൂടുതലായിട്ടുണ്ട് നമ്മൾ വീഡിയോസൊക്കെ ഇട്ടിട്ട്. കുറച്ച് തിരക്കുകളൊക്കെ ആയി പോയതുകൊണ്ടാണ് ഇടാൻ പറ്റാതിരുന്നത്. അപ്പം ഞാൻ ഇവിടെ 3 എണ്ണത്തിൽ ചുറ്റി വന്നൊരു ടൈമിൽ ഈ വീഡിയോ ഞാൻ കുറച്ചും കൂടെ നേരത്തെ പോസ്റ്റ് ചെയ്തേനായിരുന്നു. പക്ഷേ ഈ 4 കമ്പിലും കൂടെ ചുറ്റാനായിട്ട് എൻ്റെ കയ്യിൽ ത്രെഡ് തീർന്നുപോയി. അപ്പോൾ അത് കാരണം ഞാൻ പിന്നെ അത് വാങ്ങിയിട്ടൊക്കെ വന്നു. അത് 3 കമ്പ് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചെങ്കിലും പിന്നെ ആ ഒരു പെർഫെക്റ്റ് ലുക്ക് കിട്ടാത്തത് കൊണ്ട് ഞാൻ പിന്നെ ആ ഒരു ഗ്രീൻ കളറ് ത്രെഡ് തന്നെ വാങ്ങിയിട്ട് ചെയ്യാമെന്ന് ഓർത്തു. അതുകൊണ്ടാണ് വീഡിയോയും ഇടാൻ ഇത്രയും ലേറ്റ് ആയത്. അപ്പോൾ അത് ബാലൻസ് ഉണ്ടായിരുന്നതും കൂടെ നമ്മളത് ചുറ്റി കംപ്ലീറ്റ് അത് ഫിനിഷ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ആദ്യം ആ ഗ്രീൻ കളർ, ബാക്ക്ഗ്രൗണ്ടും ഗ്രീൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ ഗ്രീൻ എത്ര ഭംഗിയുള്ള ഗ്രീനാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നല്ല, അതായത് ബോട്ടിൽ ഗ്രീൻ കളറാണ് കിട്ടിയത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ നമ്മളെ ഫ്ലവർ ഉണ്ടാക്കുന്ന ടൈമിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ കൊടുത്തിരിക്കുന്ന ത്രെഡിൻ്റെ കളർ ഏതാണോ അതുമായിട്ട് മാച്ച് ചെയ്യുന്ന രീതിയിൽ ഫ്ലവറിനുള്ള പെയിൻറ്റും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് നോക്കിയാൽ മതി. ഏത് കളർ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് നമ്മുടെ 4 വടിയിലും കംപ്ലീറ്റ് ആയിട്ട് വൂളൻ ത്രെഡ് ചുറ്റി കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് പോർഷൻ വരുമ്പോൾ കുറച്ച് പശയും കൂടെ തേച്ച് കഴിഞ്ഞാൽ അത് നല്ല സെക്യൂർ ആയിട്ട് അഴിഞ്ഞൊന്നും പോവാതെ ഇരുന്നോളും. അപ്പോൾ അതും കൂടെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 4 വടികളും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വെച്ച് നോക്കാം. അതായത് ഏത് പൊസിഷനിലാണ് നമ്മളിത് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം ഇതൊക്കെ ഒന്ന് വെച്ച് അതിൻ്റെ ആ ഒരു അളവും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കുക. ആ ഒരു ഷേപ്പ് കറക്റ്റാക്കി വെക്കുക. അതായത് ഒരു എന്താ പറയുക, ഒരു ഡയമണ്ട് ഷേപ്പ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഷേപ്പിലാക്കിയിട്ടെടുക്കുക. ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്ന പോലെ ഒന്ന് ആക്കിയിട്ടെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ ജോയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സെയിം വൂളൻ ത്രെഡ് തന്നെയാണ് ത്രെഡ് വെച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പ് ഉണ്ടല്ലോ, അത് വെച്ചും ചെയ്യാം. പക്ഷെ ഇത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ വാൾ ഹാങ്ങിങ് ആണല്ലോ. അപ്പോൾ ഇത് തൂക്കിയിടുന്ന സമയത്ത് കുറേ ടൈം കഴിയുമ്പോഴത്തേക്കും ഇത് ഇളകി പോരാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പം നന്നായിട്ട് അഴിഞ്ഞൊന്നും പോവാതെ അത് വൃത്തിയായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഇതേപോലെ കെട്ടി വെക്കുന്നതാണ് കുറേ കൂടെ നല്ലത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സെയിം ആ വൂളൻ ത്രെഡ് ഗ്രീൻ കളർ തന്നെ സെയിം ഈ ഒരു രീതിയിൽ വെച്ചിട്ട് 4 സൈഡും അതിൻ്റെ എല്ലാ സൈഡും വരുന്ന എല്ലാ കോർണേഴ്സും നമ്മൾ ഇതേപോലെ ടൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു ഷേപ്പ് ഒന്നും പോവാത്ത രീതിയിൽ ഒന്ന് സെറ്റാക്കി എടുക്കുക. ഞാനിതിപ്പോൾ എൻ്റെ ഒരു ഐഡിയക്ക് ഈ ഒരു ഷേപ്പ് വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്കിപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ഷേപ്പ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ചെയ്താലും മതി. അപ്പം ഞാനിവിടെ നമ്മുടെ ആ ഒരു ഷേപ്പിൽ വെച്ചിട്ടുള്ളതിൻ്റെ 4 കോർണേഴ്സും
ഒരേ കളർ, അതായത് നമ്മൾ സെയിം ആയിട്ടുള്ള നമ്മുടെ വൂളൻ ത്രെഡ് വെച്ച് തന്നെ നന്നായിട്ട് ടൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനലായിട്ടുള്ള നമ്മുടെ ആ ഒരു ഫ്രെയിമിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഫൈനൽ നമ്മളിത് ഈ രീതിയിലാണ് സെറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം വരുന്നത്. ഇതെന്താണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടോ? അപ്പോൾ മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇല്ലാത്തവർക്കായിട്ട് പറഞ്ഞു തരാം. നമ്മുടെ തേങ്ങയുടെ പൂവാണ്. അല്ല, തേങ്ങയുടെ പൂവെന്ന് പറയാൻ പറ്റില്ല. അതായത് നമ്മുടെ തേങ്ങയുടെ ആ ഒരു തൊണ്ടിൻ്റെ മുകൾ വശത്തിരിക്കുന്ന ആ ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു ഞെട്ടോ എന്തായാലും പറയുക, ആ സാധനമാണിത്. അപ്പോൾ ഇതെന്തായാലും നമ്മൾ വേസ്റ്റായിട്ട് കളയുന്ന സാധനമാണ്. നമുക്ക് ഇതുകൊണ്ട് യാതൊരുവിധ പ്രയോജനവും ഇല്ലെന്ന് ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് വരെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതൊക്കെ നേരത്തെ അറിയാവുന്നവരും ഉണ്ടാവും. അപ്പോൾ എന്താണെങ്കിലും അറിയാത്തവർക്കായിട്ട് ഇതേ സാധനം, അതായത് ഈ നമ്മുടെ തേങ്ങയുടെ ഈ ഞെട്ടിൻ്റെ ഈ അറ്റത്ത് വരുന്ന ഈ ഒരു പോർഷൻ നമ്മൾ എടുക്കുക. അതിനകത്ത് വല്ല പൊടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് തുടച്ച് മാറ്റിയെടുക്കുക. കഴുകേണ്ട ആവശ്യം വരുന്നില്ല, തുടച്ചു കൊടുത്താൽ മതിയാവും. അപ്പോൾ അങ്ങനെ തുടച്ച് നീറ്റാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി നമുക്ക് പെയിൻ്റ് അടിച്ചെടുക്കാം. അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ ഒറ്റ കോട്ട് മാത്രമല്ല 2 പ്രാവശ്യം 2 or 3 കോട്ട് അടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കളറും കൂടെ കിട്ടും. അപ്പോൾ അങ്ങനെ നമ്മളിതാ ഇവിടെ പെയിൻ്റ് അടിച്ച് ഉണക്കാനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫൈനലാക്കിയിട്ടുള്ള പൂക്കളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിപ്പോൾ പെയിൻ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ എന്തായാലും ഇത് തേങ്ങയുടെ പൂവാണെന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. അല്ലെങ്കിൽ അത്രയും സൂക്ഷ്മമായിട്ട് നോക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലായേക്കും. അപ്പോൾ അങ്ങനെ നമ്മളിത് അതിൻ്റെ ആ ഒരു നടുക്ക് പോർഷനിൽ കുറച്ച് യെല്ലോ കളറും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ റോസ് കളറാണ് അടിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിയിലത്തെ പോർഷനിലൊന്നും നമ്മൾ പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല. പുറമെ ഈ കാണുന്ന പോർഷനിൽ മാത്രം പെയിൻ്റ് അടിച്ച് കൊടുത്താൽ മതിയാവും. അപ്പോൾ അത് നമ്മൾ ഈ പൂക്കൾ ഇതിൻ്റെ പുറത്തായിട്ട് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്യണമെന്നുള്ളതൊന്നും നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് ശേഷം ആദ്യം ഒന്ന് വെച്ച് നോക്കുക, അതിന് ശേഷം മാത്രം ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതിങ്ങനെ പല രീതിയിലൊക്കെ ഞാൻ വെച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്ക് അത് താഴ്ത്ത് വീഴുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഞാനത് ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് എനിക്കിത് വെച്ച് നോക്കിയപ്പോൾ, പല രീതിയിൽ വെച്ച് നോക്കിയതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് B7000 തന്നെയാണ്. ഇല്ലെന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ എടുക്കുക. വേറെ ഒന്നും കൂടുതലായിട്ട് ഒട്ടിയിരിക്കില്ല. ഇപ്പോൾ ഫെവിക്കോൾ ഒന്നും വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് ഒട്ടില്ല. കാരണം ഇച്ചിരി വെയിറ്റ് ഉള്ളതുകൊണ്ട് പൂവ് താഴത്തേക്ക് പൊളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് ഒന്നെങ്കിൽ B7000 എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ എടുക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാരെല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ആദ്യം ഉണ്ടായിരുന്ന സപ്പോർട്ടൊക്കെ കുറഞ്ഞു പോയോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പം ഇതേപോലെയുള്ള ഐറ്റംസൊക്കെ നിങ്ങളുടെ വീടുകളിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചിട്ട് നിങ്ങളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ആർക്കും വേണ്ടാത്ത ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ മിനുക്കുപണികളൊക്കെ കാണിച്ച് എവിടെയെങ്കിലുമൊക്കെ തൂക്കിയിടുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പോൾ എന്നെപ്പോലെ ഇതേപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾക്കും കൂടാം. അപ്പോൾ ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ടും കൂടെ പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്